UDF ഭരിക്കുന്ന സഹകരണ ബാങ്കിന്റെ ജപ്തി നടപടിയിൽ ദുരിതത്തിലായി കോട്ടയം കോതനല്ലൂർ സ്വദേശികളായ കുടുംബം. കടുത്തുരുത്തി അർബൻ സഹകരണ ബാങ്കാണ് വായ്പാ കുടിശ്ശികയിൽ കൂലിപ്പണിക്കാരനായ അജിയുടെ വീട് ജപ്തി ചെയ്തത്. ബാങ്കിന്റെ ജപ്തി നടപടികൾക്കെതിരെ സമരം ഉൾപ്പെടെ കുടുംബം നടത്തിയിരുന്നു. കോതനല്ലൂർ തുവാനിസ സ്വദേശി MG അജിയുടെ 33 സെന്റ് സ്ഥലവും വീടുമാണ് കടുത്തുരുത്തി അർബൻ സഹകരണ ബാങ്ക് കൈവശപ്പെടുത്തി ലേലത്തിൽ വെച്ചത്. ബാങ്ക് ജപ്തി ചെയ്ത് വിൽപ്പന നടത്തിയ വീട് പുതിയ ഉടമ ഇടിച്ചു നിർത്തുകയും ചെയ്തു. 25 ലക്ഷം രൂപയാണ് അജി ബാങ്കിൽ നിന്നും വായ്പയെടുത്തത്. തിരിച്ചടവ് മുടങ്ങിയതോടെ പലിശയടക്കം 47 ലക്ഷമായി. ജപ്തിയിൽ പ്രതിഷേധിച്ച് അജിയും കുടുംബവും ജപ്തി നടപടികൾക്ക് ശേഷവും വീടിനുള്ളിൽ തന്നെ താമസിച്ചിരുന്നു. ഇതേ തുടർന്ന് അനുകൂല കോടതി വിധിയുമായി എത്തിയ ബാങ്ക് ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് ഇവരെ പുറത്താക്കിയ ശേഷം വസ്തു ലേലത്തിൽ പിടിച്ചയാൾ വീട് ഇടിച്ചു നിർത്തി. അജിയും ഭാര്യ സവിതയും വിദ്യാർത്ഥിനികളായ 2 പെൺമക്കളും ഉൾപ്പെടുന്ന കുടുംബം ഇനി എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ്. മനുഷ്യത്വരഹിതമായിരുന്നു ബാങ്കിന്റെ ജപ്തി നടപടിയെന്ന ആരോപണത്തിലാണ് കുടുംബം. ഇവർ വന്ന് വീണ്ടും പോലീസും സേനയൊക്കെ ആയിട്ട് വന്ന് ഇവര് ചേട്ടനെയും പിള്ളേരെയും ബലമായിട്ട് ആംബുലൻസെ വിളിച്ച് കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് ഇവർ നമ്മളവിടുന്ന് ഒഴിവാക്കുക. നമ്മളവിടുന്ന് ഇറങ്ങിയ ആ സെക്കൻഡ് തന്നെ ബാങ്കിലെ സ്റ്റാഫും എല്ലാം കൂടെ JCB ഉപയോഗിച്ച് ആ വീട് മുഴുവൻ തകർത്ത് കളയുകയോ ചെയ്തത്. നമുക്ക് ഒന്ന് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിട്ട് പോലും ഈ ബാങ്ക് തരാൻ തയ്യാറായില്ല. അതുകൊണ്ട് ഇവർ ഭയങ്കര ഭീഷണിയാണ്. അങ്ങനെയല്ലേ നമ്മൾ ഈ ബ്ലേഡിനെടുത്ത് പൈസ അടയ്ക്കേണ്ടി വന്നു. ഇപ്പം അവർക്കും കൊടുക്കാൻ പറ്റുന്നില്ല. അവരന്ന് നമ്മളെ വിശ്വസിച്ച് വലിയ കടക്കണിയാണ് നമുക്ക്. മറ്റ് അധികാരികളോട് കൂടി തീരുമാനമെടുത്തു, ഇത് അങ്ങനെ കൊടുക്കണ്ട, ഇവര് ഒരു മാഫിയ സംഘമുണ്ട്. അപ്പം അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇപ്പം തന്നെയാണ്. കാരണം ഇവരുടെ ഇടയിലുള്ള ഈ മാഫിയ ഇത് മൊത്തത്തിൽ ആർക്കെങ്കിലും വീതിച്ചു കൊടുക്കാനുള്ള പ്ലാനിങ് അന്ന് തന്നെ അവർ നടത്തി. കാരണം ഇതൊരു കണ്ണായ സ്ഥലമാണ്. ശരിക്കും PWD വഴിയുടെ സൈഡിലുള്ള ഒരു നല്ല സ്ഥലമാണ്. അതേസമയം നിയമപരമായ നടപടികളെല്ലാം പൂർത്തിയാക്കിയാണ് ജപ്തിയും ലേലവും നടത്തിയതെന്നും അനുകൂല കോടതി വിധിയും ലഭിച്ചിരുന്നു എന്നാണ് ബാങ്കിന്റെ വാദം. ജനം, കോട്ടയം.